ഇന്നത്തെ വീഡിയോയിൽ ഓയിൽ പേസ്റ്റൽസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ടൊമാറ്റോസ് പെയിൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വാട്ടർ കളറിങ്ങും മറ്റും പഠിക്കുന്നതിന് മുന്നായിട്ട് ഓയിൽ പേസ്റ്റൽസ് ഉപയോഗിച്ച് കളർ മിക്സിങ് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ കളർ മിക്സിങ് പഠിച്ച് ക്ലിയർ ആയെങ്കിൽ മാത്രമേ നമുക്ക് വാട്ടർ കളർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ഓയിൽ പേസ്റ്റൽസും അതായത് വാക്സ് ക്രയോൺസും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് നോക്കാം. ഈ വാക്സ് ക്രയോൺസ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ കയ്യിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സംഭവമാണ്. അപ്പോൾ ഇത് ഒരു കളറേ അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ, അതായത് പച്ചയുടെ മുകളിൽ കൂടെ റെഡ് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഓയിൽ പേസ്റ്റൽസ് എന്ന് പറഞ്ഞ സംഭവം. രണ്ട് തമ്മിലുള്ള കണ്ടാൽ തന്നെയുള്ള ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തല്ലോ അല്ലേ. അപ്പോൾ ഇത് ഒന്നിൻ്റെ മുകളിൽ വേറൊരു കളർ അപ്ലൈ ചെയ്താലും രണ്ടിൻ്റെയും മിക്സ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഫസ്റ്റ് യെല്ലോ അടിച്ചിട്ട് മുകളിൽ ലൈറ്റ് ഗ്രീന് പിന്നെ ഡാർക്ക് ഗ്രീന് വെച്ചാൽ ആ 3 കളറിൻ്റെ ടോൺ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കളർ ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് നമ്മൾ ഔട്ട്ലൈൻ ഇടും. ഔട്ട്ലൈൻ ഇടുക എന്ന് പറഞ്ഞാൽ ഈ ചെറിയൊരു ഈ ടൊമാറ്റോസിൻ്റെ പിക്ചർ ഉണ്ടല്ലോ, അത് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സിമ്പിളായിട്ട് ലൈറ്റായിട്ട് നമ്മൾ ഔട്ട്ലൈൻ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടോൺ ഇടുകയാണ്. ഫസ്റ്റ് ടോൺ എന്ന് പറഞ്ഞാൽ കളറിൻ്റെ ആ ഡിഫറൻസ് ആണ് കേട്ടോ, ആ വേരിയേഷൻസിനെയാണ് ടോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓയിൽ പേസ്റ്റലിൻ്റെ ആ മിക്സിലുള്ള ഡീപ്പ് യെല്ലോ ആണ് ഫസ്റ്റ് ടോണായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ടൊമാറ്റോസിലുണ്ടാകുന്നത് തക്കാളിയിലുണ്ടാകുന്ന ഹൈലൈറ്റ് മീൻസ് വെളിച്ചം നേരിട്ട് പതിക്കുന്ന ആ സ്ഥലം, അത് നമ്മുടെ പേപ്പറിൻ്റെ വൈറ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്യാണ്. അതായത് പേപ്പറിൻ്റെ വൈറ്റ് അവിടെ ഒഴിച്ചിടുക, ബാക്കി 2 ടൊമാറ്റോസ് കൂടി ഈ യെല്ലോ ഡീപ്പ് യെല്ലോ വെച്ചിട്ട് ലൈറ്റായിട്ട് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ ലെമൺ യെല്ലോ വെച്ചിട്ട് നമ്മുടെ ഈ ടൊമാറ്റോസിൻ്റെയൊക്കെ അറ്റത്തുണ്ടല്ലോ ഒരു ലൈറ്റ് ഗ്രീനിൻ്റെ ഒരു എഫക്റ്റ്, അതായത് എന്താ അതിനവിടെ പറയാമെന്നറിയാം, ഇവിടെ നെട്ടി എന്ന് പറയും. അതിൻ്റെ ആ ഭാഗത്ത് നമ്മൾ ലെമൺ യെല്ലോ വെച്ചിട്ട് ലൈറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ടോണ് ഡീപ്പ് യെല്ലോ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ടോൺ ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിലായിട്ട് ഓറഞ്ച് കളറാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ലൈറ്റായിട്ട് കംപ്ലീറ്റായിട്ട് ഈ ഓറഞ്ച് വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ സെക്കൻഡ് ടോണും നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. തേർഡ് ടോണായിട്ട് റെഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതും ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ടൊമാറ്റോസിൻ്റെ ഹൈലൈറ്റ് അവിടെ അങ്ങനെ ഒഴിച്ചിടുക. എന്നിട്ട് റെഡ് വെച്ചിട്ട് ബാക്കിയുള്ള കംപ്ലീറ്റ് ഭാഗങ്ങളും റെഡ് വെച്ചിട്ട് ലൈറ്റായിട്ട് ഫില്ല് ചെയ്തെടുക്കുക. ഇനി 3 ടോണും കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഡീപ്പ് യെല്ലോ ഉണ്ടായിരുന്നില്ല, അത് വെച്ചിട്ട് ഈ കളേഴ്സൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മിക്സ് ചെയ്തെടുക്കുക. ഇനി ഡാർക്ക് കൂടുതൽ വേണ്ട സ്ഥലത്ത് നമ്മൾ ബ്രൗൺ വെച്ചിട്ട് ജസ്റ്റ് ഷെയ്ഡ് ചെയ്തെടുക്കുക. മൊത്തമായിട്ട് ബ്രൗൺ ഇട്ട് അടിക്കേണ്ട, ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗങ്ങളിൽ മാത്രം ഡാർക്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഡാർക്ക് കൂടുതലുണ്ട് എന്ന് തോന്നുന്ന ഭാഗങ്ങളിൽ മാത്രം, അതായത് നമ്മുടെ ടൊമാറ്റോസിൻ്റെ അറ്റങ്ങളിലൊക്കെയാണ്, അതായത് എഡ്ജസിൻ്റെ ആ ഭാഗത്തൊക്കെയാണ്
ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ ഹൈലൈറ്റിന് വൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കോമ്പറ്റീഷൻ്റെ ടൈമൊക്കെ വരുമ്പോൾ വൈറ്റ് യൂസ് ചെയ്യാൻ പാടില്ല, വൈറ്റും ബ്ലാക്കൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാനിതിൽ വൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഈ പറഞ്ഞ ഞെട്ടിയിൽ ലെമൺ യെല്ലോ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അവിടെ ലൈറ്റ് ഗ്രീൻ വെക്കുക. അത് അപ്ലൈ ചെയ്തതിന് ശേഷം ഡാർക്ക് ഗ്രീൻ കൂടി അപ്ലൈ ചെയ്യാം. ഇനി ഡാർക്ക് കൂടുതൽ വേണം എന്നുള്ള സ്ഥലങ്ങളിൽ ഡാർക്ക് ബ്രൗൺ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. മൊത്തമായിട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ടൊമാറ്റോസിൻ്റെ അറ്റങ്ങളിലേക്ക്, അതായത് 2 ടൊമാറ്റോസ് വരുന്ന, അതായത് തമ്മിൽ കൂട്ടിമുട്ടുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ ജസ്റ്റ് ഒന്ന് ബ്രൗൺ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ റെഡും അതൊക്കെ വെച്ചിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ടൊമാറ്റോസ് ചെയ്തെടുക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ടൊമാറ്റോസ് എങ്ങനെ പെയിൻറ്റ് ചെയ്യാമെന്നുള്ളത് മനസ്സിലായി കാണും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വീഡിയോ കണ്ടാൽ മാത്രം പോരെ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂടുതൽ എക്സസൈസ് ചെയ്യുമ്പോൾ നല്ല ഒരു ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ ഒരുപാട് ആർട്ട് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്കിടയിലുണ്ടാകും, അവർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ വരും. അപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ.